ഇതാണെന്റെ ജീവിതം എന്ന പേരിൽ പുറത്തിറങ്ങിയ തന്റെ ആത്മകഥ എല്ലാവരും വായിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വിമർശകർ എല്ലാവരും വായിക്കണം. തുടർന്നും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും അവിടെ വെച്ച് എല്ലാത്തിനും മറുപടി പറയുമെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, നമുക്കറിയാം കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള പേരിൽ DC ബുക്സ് പുറത്തിറക്കാനിരുന്നു എന്ന് പറയുന്ന ആത്മകഥ തൻ്റേതല്ല. ഇതാണ് തൻ്റെ ആത്മകഥ, എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജൻ വിവാദങ്ങൾക്ക് വിരാമമിടുകയാണോ അതോ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണോ? കഴിഞ്ഞ ദിവസം തന്നെ പുതിയ വിവാദങ്ങൾക്കൊക്കെ തന്നെ തിരികൊളുത്തിയിരുന്നു. അതായത് ഇതാണ് എന്റെ ജീവിതം എന്ന EP ജയരാജന്റെ ആത്മകഥാ പുസ്തകത്തിൽ ഒരു താളിൽ CPM നേതൃത്വത്തിനെതിരായിട്ടുള്ള അമർഷം അടങ്ങിയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങളിൽ അതിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ പഴിചാരിയിരുന്നു എന്നുള്ളതാണ് ഈ ആത്മകഥയിൽ EP ജയരാജൻ വ്യക്തമാക്കുന്നത്. അതായത് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേതൃത്വം അതുമായി ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നാണ് EP ജയരാജൻ ഇതാണ് എന്റെ ജീവിതം എന്ന തന്റെ ആത്മകഥാ പുസ്തകത്തിൽ വിമർശന രൂപേണ CPM നേതൃത്വത്തിനെതിരെ ഒരു ഒളിയമ്പ് എഴുതിയിട്ടുള്ളത്. നേരത്തെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതായത് സഹകരണ സ്ഥാപനം പോലെ ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് 2023 ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അത് പിന്നീട് ആ ഒരു സമയത്ത് താൻ ആ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. പിന്നീട് അടുത്ത സംസ്ഥാന സമിതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ തനിക്കെതിരെ വലിയ രീതിയിൽ അധിക്ഷേപങ്ങൾ ഉണ്ടായി, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായി. നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ഈ അധിക്ഷേപങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിലായിരുന്നു ഇന്ന് കൊച്ചിയിൽ അദ്ദേഹം വന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത് വിമർശനം ഉന്നയിക്കുന്ന എല്ലാവരും തന്നെ തന്റെ ഈ ആത്മകഥാ പുസ്തകം വായിക്കണം. എന്നിട്ടും വിമർശനം അല്ലെങ്കിൽ എന്നിട്ടും വ്യക്തത വരുന്നില്ല, സംശയങ്ങൾ ഉണ്ടെങ്കിൽ താൻ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ച് എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാമെന്നുള്ളതാണ് EP ജയരാജൻ എന്ന് കൊച്ചിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും CPM നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടുള്ളതാണ് ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ളവർ കൃത്യമായിട്ട് തന്നോട് ചില കാര്യങ്ങൾ വ്യക്തത വരുത്തിയിരുന്നില്ല, തനിക്കെതിരായിട്ട് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു, അതിൽ നേതൃത്വം ഒരു തരത്തിലും നിയന്ത്രണം വെച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ദേവിക. ശരി രേഷ്മ.